അങ്ങനെ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങിയിരിക്കുന്നു. പാചകപ്പുരയിലെ പണികളെല്ലാം ആരംഭിച്ചിരിക്കുന്നു. വെന്ത അരി ഇതാ കുട്ടയിലേക്ക് മാറ്റുകയാണ്. ചേട്ടാ ചേട്ടാ തിരക്കാണോ? തിരക്കാണ്. എവിടം വരെ ആയി ജോലികൾ? തീർന്നോ? എന്താ ചേട്ടന്റെ പേര്? എൻ്റെ പേര് സജീവ്. സജീവ്. ഇപ്പോ ഇന്ന് എത്ര പേരുണ്ട് ആകെ എല്ലാവരും? ഇതുവരെ എണ്ണം എടുത്തിട്ടില്ല. ഓക്കെ, ജോലികളൊക്കെ എപ്പോൾ തുടങ്ങിയിരുന്നു? ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും തുടങ്ങി. അപ്പോൾ അത്താഴത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അതിനു മുൻപ് ഇന്ന് വൈകിട്ടത്തെ ചായക്കും കടിക്കുമുള്ള തയ്യാറെടുപ്പിലും ആണ് ഇവിടുത്തെ ചേട്ടന്മാർ. ചേട്ടാ നമസ്കാരം. എന്തായി? ഇന്ന് ഉഴുന്നുവട. ഓക്കെ, ഓരോ ദിവസവും ഓരോ ഐറ്റംസാ. വടയും ചായയിൽ നിന്നാ തുടങ്ങിയതല്ലേ? ഇന്ന് തുടങ്ങിയത് ആഹാരങ്ങൾ എത്ര എണ്ണം ഉണ്ട് ഇന്ന്? 1500 1500 ഇന്ന്. ഒരു വട എനിക്ക് കൊടുത്താ. ക്യാമറമാൻ ചേട്ടനോട് വട എങ്ങനെ നോക്കട്ടെ. ഉഷാറ്, ഒന്നും പറയാനില്ല. അപ്പൊ പരിപാടി നടക്കട്ടെ. പേരെന്താ ചേട്ടൻ്റെ? എൻ്റെ പേര് രാജൻ. അങ്ങനെ വടയൊക്കെ കഴിച്ച് നമ്മൾ എത്തിയിരിക്കുന്നത് സാമ്പാറിൻ്റെ അടുത്തേക്കാണ്. ചേട്ടാ എന്തായി, കഴിഞ്ഞോ? എല്ലാം ആയില്ല. വെന്തോ സാമ്പാർ? അരമണിക്കൂടെ കഴിയും. സാമ്പാർ ഇതിന്റെ കൂടെ സാമ്പാറല്ലാതെ വേറെ എന്തൊക്കെയുണ്ട്? സാമ്പാറുണ്ട്, രസമുണ്ട്, എരിശ്ശേരിയുണ്ട്, തോരനുണ്ട്, അച്ചാറുണ്ട്. അപ്പൊ അടിപൊളി ഒരു സദ്യ ഒരുക്കുന്നത്. ചേട്ടാ ഹലോ. എന്തായി കാര്യങ്ങള്? ഇത് എരിശ്ശേരി അല്ലേ? കഴിഞ്ഞോ? വെന്തോണ്ടിരിക്കുന്നു. രസത്തിനുള്ള ഒരുക്കങ്ങളാണെന്നാ തോന്നുന്നത്. ആണോ ചേട്ടാ? അതെ. എന്തായി? ആയിക്കൊണ്ടിരിക്കുന്നു. എത്ര പേർക്കുള്ള? 1000 പേർക്കുള്ള അല്ലേ? 2000 ഇന്ന് 2000 പേർക്കുള്ള അല്ലേ? ഓക്കെ. അപ്പോൾ പണികളൊക്കെ നടക്കട്ടെ. എങ്ങനെയുണ്ട് മൊത്തത്തിൽ? കുഴപ്പമില്ല. എത്ര നാളുകൊണ്ടുണ്ട് ഇവിടെ ഇവരുടെ ഈ പഴയടത്തിന്റെ കൂടെ? 30 വർഷമായിട്ടുണ്ട്. ഓക്കെ. കൊച്ചിയിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പണികൾ നടക്കട്ടെ. ഓക്കെ. അങ്ങനെ ജോലികളൊന്നും ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഇവിടെ അച്ചാറിനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ചേട്ടന്മാരൊക്കെ. അച്ചാറുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ ചേനയാണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഹലോ. എന്താ പരിപാടി? ചേന എന്തിനുള്ള? ഇത് അവിയലിനുള്ളത്. ഓക്കെ, ജോലിയൊക്കെ ഇവിടം വരെ ആയി? എപ്പോഴത്തേക്ക് എത്തിയായിരുന്നു എല്ലാവരും? ഇനിയും വരാനുണ്ട്. ഓക്കെ, എന്തായാലും പണികളൊക്കെ നടക്കട്ടെ. ഓക്കെ. അപ്പോൾ ജോലികളൊക്കെ ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ട്. നമുക്ക് അവരുടെ അടുത്തോട്ടും കൂടെ പോയിട്ട് വരാം. എന്തോ പരിപാടി? വെള്ളരിക്ക. എന്തിനു വേണ്ടിയുള്ള? അവിയലിനാണോ? അവിയലിന്. എല്ലാവരും എത്തിയോ? കൂട്ടത്തിലുള്ള എല്ലാവരും എത്തിയോ? ഇനിയും കുറച്ചുപേരോട് വരാനുണ്ട്. എല്ലാവരും കൊച്ചിയിലുണ്ടായിരുന്നോ? കൊച്ചിയിൽ ചിലരെയൊക്കെ കണ്ടതുപോലെ ഒരു ഓർമ്മയുണ്ടായിരുന്നു. മഹാരാജാസിലുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. എന്തായി ജോലികളൊക്കെ ഇവിടം വരെ ആയി? കഴിയാറായോ? തുടങ്ങിയതേ ഉള്ളു. ഓക്കെ, അപ്പം നടക്കട്ടെ പരിപാടികൾ. അച്ചാറുണ്ടാക്കുന്നതിന് മുമ്പ് നാരങ്ങ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാ. കൊള്ളാം. ചേട്ടാ എന്താ പേര്? എൻ്റെ പേര് സുരേന്ദ്രൻ. സ്ഥലം? തിരുമേനിയടുത്ത് കോട്ടയം അവിടെ തന്നെ. ഓക്കെ. എന്തായി കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയി? നിങ്ങളിപ്പം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. നാളത്തെ കേസ് ഓക്കെ. അച്ചാറിന്റെ മേസ്തിരിയാണെന്ന് ഇവിടെ തിരക്കിയപ്പോൾ? അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഓക്കെ. അല്ലാതെ പ്രത്യേകിച്ച് ഒരാളൊന്നുമില്ല. എന്തൊക്കെ തരം സ്പെഷ്യൽ അച്ചാറുകളുണ്ട്? ഇപ്പൊ നാരങ്ങ മാങ്ങയുണ്ട്. പക്ഷെ നാളെ ഉണ്ടാവും അറിയത്തില്ല. പറയല്ലേ, അതൊന്നും പറയുന്നു. നാരങ്ങ അച്ചാറ്, മാങ്ങ, പിന്നെ പൊതുവെ നാരങ്ങയും മാങ്ങയും, പിന്നെ നെല്ലിക്ക വരും. ഓക്കെ. അങ്ങനെ പാചകപ്പുരയൊക്കെ കണ്ട് പാചകപ്പുരയിലെ പണികളൊക്കെ ഏകദേശം ഒതുങ്ങിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് നമുക്ക് കലവറ കൂടി ഒന്ന് കാണാം. കലവറയിൽ എന്തൊക്കെ നിറച്ചിട്ടുണ്ട്, എത്രത്തോളം സാധനങ്ങളുണ്ട്, ഇവിടെ ആരാണ് അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം. ഹലോ, നമസ്കാരം. ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് BD ബീന എന്നാണ്. ഞാൻ KSTയുടെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ്. പുഴൂർ ഗവൺമെൻറ് UPSലെ പ്രഥമാധ്യാപികയാണ്. കലവറയുടെ ചാർജാണോ? കലവറയുടെ ചാർജാണ് എനിക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ ഫുഡ് കമ്മിറ്റി ഞങ്ങൾ 13 സബ് കമ്മിറ്റികളായി ചേർന്നിട്ടുണ്ട്.
അതിലൊരു കമ്മിറ്റിയാണ് കലവറ. ആ കലവറ കമ്മിറ്റിയുടെ ചുമതല സംഘടന എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ആരും കൈ കടത്തരുതല്ലേ? ഒരിക്കലും ഇല്ല. അത് കയറിയാൽ എന്താണ് അവരുടെ ആവശ്യം, ആരാണ് കയറേണ്ട ആളുകളെ മാത്രമേ ഇതിനുള്ളിൽ കയറ്റൂ. തക്കാളി മോഷ്ടിക്കാനൊക്കെ ആരെങ്കിലും ഒരിക്കലും ഇല്ല, ഒരിക്കലും. അപ്പോൾ ഭക്ഷണത്തിൻ്റെയും പാചകപ്പുരയുടെയും കലവറയുടെയും ഒക്കെ കൂടുതൽ വിശേഷങ്ങൾ നമ്മളോട് പറയാൻ വേണ്ടി നമ്മളോടൊപ്പം ഉള്ളത് ഫുഡ് കമ്മിറ്റി കൺവീനർ നജീബ് സാറാണ്. ഹലോ. ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഭക്ഷണ കമ്മിറ്റിയുടെ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KST എന്ന സംഘടനയാണ്. അതിൻ്റെ നേതൃത്വത്തിലാണ് ഭക്ഷണ കമ്മിറ്റിയുടെ പ്രവർത്തനം നടക്കുന്നത്. ഈ കമ്മിറ്റിയുടെ ചെയർമാനായി പ്രവർത്തിക്കുന്നത് ബഹുമാനപ്പെട്ട കഴക്കൂട്ടം MLA ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവറുകളാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഭക്ഷണ കമ്മിറ്റി ഇതിനോടകം തന്നെ ഇന്നു മുതൽ നൽകുന്ന ഭക്ഷ്യവിതരണവുമായി ബന്ധപ്പെട്ട എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. വളരെ വൈവിധ്യപൂർണ്ണമായ ചില ഉദ്ഘാടന യോഗങ്ങളും പ്രവർത്തനങ്ങളും ഇതിനോടകം നടത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് നമ്മളിവിടെ ഇരിക്കുന്നിടത്ത് കാണുന്ന ഈ സാധനങ്ങൾ ജില്ലയിലെ 900-ഓളം വരുന്ന സ്കൂളുകളിൽ നിന്ന് ജനപ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ രക്ഷാകർത്താക്കൾ വഴി കുട്ടികൾ ഇതിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി ചെയ്ത ഒരു പ്രവർത്തനമാണ്. അത് വലിയൊരു വിജയമായിരുന്നു. അത് കഴിഞ്ഞ ദിവസം 12 BRCകൾ MLA-മാരെ ഏറ്റുവാങ്ങി. അത് ഇവിടെ GR അനിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ഏറ്റുവാങ്ങി. ബഹുമാനപ്പെട്ട തിരുവനന്തപുരത്തെ മേയർ ആര്യ രാജേന്ദ്രൻ ആണ് ഈ കലവറ നിറയ്ക്കൽ ചടങ്ങ് നടത്തിയത്. അങ്ങനെ നല്ല ഒരു ജനകീയ ഉത്സവമായി നമ്മുടെ കലോത്സവത്തിൻ്റെ ആദ്യകാലത്ത് തന്നെ ഭക്ഷണ കമ്മിറ്റിയെ മാറ്റുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. മറ്റൊരു സവിശേഷത, ഈ പ്രാവശ്യം ഭക്ഷണം കഴിക്കാൻ എത്തുന്നവർക്കെല്ലാം ഇരിക്കാനുള്ള സൗകര്യം നമ്മൾ പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്നു എന്നതാണ്. മാത്രമല്ല, അങ്ങനെ ഇരിക്കുന്നവർക്ക് ആ സമയം കാണാൻ ആവശ്യമായിട്ടുള്ള കലാപരിപാടികൾ, വളരെ ആകർഷകമായിട്ടുള്ള പ്രശസ്തരായ സെലിബ്രിറ്റികൾ, മാധ്യമ സുഹൃത്തുക്കൾ, സാംസ്കാരിക നായകർ, മന്ത്രിമാർ, ജനപ്രതിനിധികൾ തുടങ്ങി എല്ലാവരും ഈ കലാപരിപാടിയുടെ ഭാഗമായി നാം വരികയും ഭക്ഷണം കഴിക്കാൻ വരുന്നവരുമായി സംവദിക്കുകയും ചെയ്യുന്ന നിലയിലുള്ള വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു ഉത്സവത്തിൻ്റെ രൂപത്തിൽ തന്നെ ഭക്ഷണവും വിതരണം ചെയ്യാനുള്ള വലിയ ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത്. അങ്ങനെ പാചകപ്പുര കണ്ടു, കലവറ കണ്ട്, പാചകം ചെയ്യുന്നത് കണ്ട്, ഇനി നമുക്ക് കാണാനുള്ളത് ഇതിൻ്റെ എല്ലാം തലവനായ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന പഴയിടം നമ്പൂതിരി മോഹനൻ നമ്പൂതിരിയും കൂടെയാണ് നമുക്ക് കാണാനുള്ളത്. ഇവിടെയുണ്ട് അദ്ദേഹം. ഹലോ, പറഞ്ഞോളൂ. എന്തായി ഒരുക്കങ്ങൾ എവിടം വരെയായി? ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആകെ തിരക്കിലാണല്ലോ. അതെ അതെ. ആകെ ഇനിയും എത്താനുണ്ടല്ലേ? ഇല്ല, അതല്ല, ഇതിൻ്റെ ഒരു ഷെഡ്യൂളായില്ല. നമുക്കിപ്പോൾ ഇന്നിപ്പോൾ 6 മണി തൊട്ട് ഷെഡ്യൂളായി. പിന്നെ നമുക്ക് പണി തീരുക ഒരു സമയത്ത് ഫുഡ് കൊടുക്കാന്നുള്ള. എത്ര പേർക്കുള്ളതാ വൈകിട്ടത്തേക്ക് ഒരുക്കിയിരിക്കുന്നത്? ഇന്നിപ്പോൾ വൈകുന്നേരം 2000 കുട്ടികളേ ഉള്ളൂ. 2000 പേർക്കുള്ളത്. നാളെ മുതൽ എങ്ങനെയാണ്? നാളെ മുതൽ രാവിലെ 10, ഉച്ചയ്ക്ക് 15, രാത്രി 10. രാത്രി 10. ഓക്കെ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഒരു മാറ്റങ്ങൾ, ഒരു വ്യത്യാസങ്ങൾ പറയാൻ പറ്റുന്നത്? കായികമേളയും കലോത്സവമായിട്ട് ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. കാരണം അത് രണ്ട് എക്സ്ട്രീമാണ്. മറ്റേ കംപ്ലീറ്റ് ഫുൾ നോൺ റിച്ച് ആണ്. ഇത് കംപ്ലീറ്റ് വെജ് മാത്രമേ ഉള്ളൂ. പിന്നെ അത് കായികമേളയ്ക്ക് കലോറിയാണ് ആവശ്യം, ഇതിന് സ്വാദാണ് ആവശ്യം. ഇതിൻ്റെ ഇതിൽ തന്നെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിനെ രണ്ടും കമ്പയർ ചെയ്യാൻ പാടില്ല. ഇന്നിപ്പോൾ എന്തൊക്കെയാണ്? ജസ്റ്റ് റണ്ണിങ് ഇതേ ഉള്ളൂ നമ്മൾ കൊടുക്കുന്നുള്ളൂ. റണ്ണിങ് ഡിന്നർ എന്ന് പറയാൻ നമ്മുടെ ഒരു സാമ്പാർ ഉണ്ടാവും, ഒരു എരിശ്ശേരി ഉണ്ട്, ഒരു തോരന്, അത്രയൊക്കെ ഉള്ളൂ. ഒരു അച്ചാറൊക്കെ ഉണ്ടാവും. നാളെ മുതൽ 10 കൂട്ടം വിഭവങ്ങളുണ്ടാവും. പായസം ഉണ്ടാവും. ഒരു പായസത്തിന് ഒരു പുറത്ത് വിടാത്തൊരു പായസത്തിന് എന്തോ ഉണ്ടെന്ന് പറയുന്നത് കേട്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലല്ലോ. കണ്ടു ഇങ്ങനെ ഒരു പായസം എല്ലാ തവണയും ഒരു സ്പെഷ്യൽ ആൾക്കാരോ ഞാനങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇത് നോക്കിയിട്ട് പറ്റുമെങ്കിൽ ചെയ്യാമെന്നുള്ളതല്ലോ ഒരു സ്പെഷ്യൽ. അതെ, പറ്റുമെങ്കിൽ. ഓക്കെ, എനിവേ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ. നല്ല തിരക്കാണെന്ന് മനസ്സിലായി. ഓക്കെ, എന്തായാലും കാണാം. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പുത്തരിക്കണ്ടം മൈതാനത്ത് പൂർത്തിയായിരിക്കുന്നു. ഒരേ സമയം 20 വരികളിലായി 4000-ഓളം പേർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഭക്ഷണ പന്തൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഇനിയുള്ള 5 ദിവസം കലോത്സവം കൊഴുപ്പിക്കാനുള്ള തിരക്കിലാണ് പഴയിടം മോഹനൻ നമ്പൂതിരിയും സംഘവും. ക്യാമറാമാൻ പ്രകാശിനോടൊപ്പം സിബിൻ സേഫ്, കൈരളി ന്യൂസ്.